നമസ്കാരം. സല്ലൂസ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. വേണ്ട സാധനങ്ങൾ: 300 ഗ്രാം അരി. ഇത് 1/2 കിലോ ചെമ്മീനായിരുന്നു. ഇത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ 300 ഗ്രാം ഉണ്ട്. പിന്നെ 2 സവാള, തക്കാളി ചെറുത് 2 എണ്ണം, ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 കഷ്ണം വെളുത്തുള്ളി, 4 പച്ചമുളക്. ഇനി ഇത് വറുത്തിടാൻ 2 സവാളയും കുറച്ച് കാഷ്നട്ടും കുറച്ച് മുന്തിരി. ഈ ചെമ്മീനിൽ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, എന്നിട്ട് നല്ലോണം പുരട്ടി വയ്ക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഇത് നമുക്ക് 1 മണിക്കൂർ വയ്ക്കാം. ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി വറുത്തെടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇടാം. 2 എണ്ണം നേരത്തെ കാണിച്ചില്ലേ ആ ഉള്ളി. ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ ഒന്നെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ 1 സ്പൂൺ ഉപ്പിടാം. നമ്മുടെ ഉള്ളി നല്ലവണ്ണം മൂത്തേ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കാഷ്നട്ട് ഇടാം. ഇനി മുന്തിരി ഇട്ട് മതി. ഇനി ഓഫ് ചെയ്യാം. 2 ടീസ്പൂൺ നെയ്യ്, അതിന് കൂടെ കുറച്ച് എണ്ണയും, 1 ടീസ്പൂൺ എണ്ണയും. എന്നിട്ട് നമുക്ക് സവാള വഴറ്റിയെടുക്കാം. ഇത് നല്ലോണം മൊരിയണം ഈ സവാള. ഉള്ളി ഇത്ര മൂക്കണം. എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ച് വെച്ചത്. ഇനി നമുക്ക് മസാലപ്പൊടി ഇടാം. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ചെറിയ ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ. അത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ടൊമാറ്റോ ഇടാം, തക്കാളി. മസാല എല്ലാം നല്ലോണം വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. മസാല വഴന്നോ നോക്കാം. നല്ലോണം വഴന്ന്. ഇനി നമുക്ക് ചെമ്മീൻ ഇടാം. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് ഇതിൽ 1 ബൗള് തൈര് ഒഴിക്കാം. ഇതിൽ കുറച്ച് മല്ലിയില ഇടാം. ഫ്രീസറിൽ വെച്ചേക്കുന്ന മല്ലിയില ഇത്. കുറച്ച് പുതിന, അതും ഫ്രീസറിൽ വെച്ചേക്കുന്നത്. എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. വെള്ളം വേണമെങ്കിൽ 1 തുള്ളി ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ് ആ തൈരിന്റെ പാത്രത്തിൽ ഒഴിച്ചത്. ഉപ്പ് ചെമ്മീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉപ്പും കൂടി പിന്നെ നോക്കിയിട്ടിടാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ മതി. 5 മിനിറ്റ് മതി. ചെമ്മീൻ പെട്ടെന്ന് വേകും. കറി റെഡിയായെന്ന് നോക്കാം നമുക്ക്. റെഡി ആയിട്ടുണ്ട്. ഇത്ര മസാല വേണം നമുക്ക് ചോറെല്ലാം മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചോറ് വെക്കാം. ഇത് മാറ്റി വെക്കാം. കുക്കർ വെച്ച് ഒരു 2 ടീസ്പൂൺ ഉണ്ട് നെയ്യ്. അതിൽ ഞാൻ ഗരം മസാല ഇടുന്നത് പട്ട, ഗ്രാമ്പു, ജാതിപത്ര, ബേ ലീഫ്, കുറച്ച് സാജീരകം, പിന്നെ സ്റ്റാർ. പിന്നെ ഏലക്കയും കൂടി ഇടണം, ഏലക്ക. ഇനി അതിൽ നമുക്ക് സവാള, 1 സവാള ചെറുത് അരിഞ്ഞത്. പിന്നെ നേരത്തെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചില്ല, അതിൻ്റെ കുറച്ച്. ഇത് കഴുകിയെടുത്ത അരിയാണ് ഇതിലിടാം. ഒന്ന് കഴിക്കാം.
ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തത്, അതിന്റെ ഡബിൾ ഗ്ലാസ് വെള്ളം. ഉപ്പ് ഇനി ഒന്ന് മുന്നിട്ട് നിൽക്കണേ, ഒരു 1/2 ടീസ്പൂൺ ഉള്ളു. അടച്ചു വെക്കാം നമുക്ക് ഒരു വിസിലാവുന്നവരെ. കുക്കറിൽ നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. ആദ്യം കുറച്ച് മസാല ഇടാം, നിരത്തി ഇടണേ. എന്നിട്ട് കുറച്ച് ചോറിടാം. ഇതിൻ്റെ പുറത്ത് നമുക്ക് സവാള വഴറ്റിയതും കാഷ്നട്ട് ഇടാം. കാഷ്നട്ടും മുന്തിരി ഉണ്ട്. ഇനി മസാല ഇടാം. ഇതിലോട്ട് നമുക്ക് ചോറിടാം. ഇതിനകത്ത് നമുക്ക് കുങ്കുമപ്പൂവാണ്, അത് ഞാൻ ചൂടുവെള്ളത്തിൽ കലക്കി വെച്ചേക്കുന്നതാണേ, അതൊഴിക്കാം. സവാള ഇടാം. ഇതിൽ നമുക്ക് മല്ലിയില ഇടാം, കുറച്ച് പുതിന. നമുക്കൊരു 15 മിനിറ്റ് ചെറിയ തീയിൽ ദം ചെയ്യാം. ചപ്പാത്തി പാത്രമാണ്, അതിൻ്റെ പുറത്ത് വേണം വെക്കാനിത്. ചെറിയ തീ ആക്കണേ. ആദ്യം ഒന്ന് നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ സ്ലോ ആക്കി വെക്കണം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.